സൂത്ര, ഈ അല്പനും ജൽപ്പനും തമ്മിൽ എപ്പോഴും വഴക്കാം. ഗുഹയിൽ ഇരിക്കാൻ പറ്റുന്നില്ല. ബഹളത്തോട് ബഹളം. ബഹളത്തോടോ? അതേത് തോട്? ആഹാ, എന്തെങ്കിലും ഒരു പരിഹാരം കണ്ടെത്തണം. പരിഹാരം എന്താ? കളഞ്ഞു പോയോ കണ്ടെത്താൻ? ആഹാഹാ. ചേട്ടാ, ഒറ്റ മിനിറ്റ്. ശരു, താനിങ്ങ് വന്നേ. ഒരാൾ സീരിയസ് ആയി എന്തെങ്കിലും പറയുന്ന നേരത്താണോ തന്റെ ആഹാ? മണ്ടനാണെന്ന് വെച്ചാൽ എന്ത് വളിച്ച ചോക്ക് പറയാമെന്നാണോ? ഇനി മിണ്ടി പോകരുത്. ഓക്കെ, അപ്പൊ വഴക്കിന്റെ കാര്യം പറ. അത് പരിഹരിക്കാൻ എന്നേക്കാൾ നല്ലത് കാട്ടുമുത്തപ്പനാ. പുള്ളിക്കാരനാവുമ്പോൾ അതിനൊക്കെ അതിൻ്റെതായ രീതിയുണ്ട്. പക്ഷേ എനിക്ക് കാട്ടുമുത്തപ്പനെ അത്ര പരിചയമില്ല. നിങ്ങളൊന്ന് പറഞ്ഞാൽ. ഓക്കെ, ശരു കാട്ടുമുത്തപ്പനെ വിളിച്ച കാര്യം പറയും. അല്പനും ജൽപ്പനും തമ്മിൽ ചേർച്ച വേണം. ഗുഹയിൽ ഇരിക്കാൻ പറ്റണം. അത്രേ വേണ്ടൂ. തനിക്ക് മനസ്സിലായോ? എന്താണോ മിണ്ടാത്തത്? താനല്ലേ പറഞ്ഞത് ഒരക്ഷരം മിണ്ടരുതെന്ന്. അതാ നല്ലത്. കാട്ടുമുത്തപ്പനോടായാലും അധികം സംസാരിച്ച് വെറുപ്പിക്കരുത്. മനസ്സിലായല്ലോ? അല്പനും ജൽപ്പനും തമ്മിൽ ചേർച്ച വേണം ഗുഹയിൽ. മനസ്സിലായി. കടുവ വിളിച്ചാൽ ദേഹം മുഴുവൻ വരകൾ വരച്ചു വരുന്നവനെ. ശരു, ആവശ്യം ചുരുക്കി പെട്ടെന്ന് പറയാമോ? ഞാൻ അല്പം ബിസിയാ. എഴുതി തന്നാൽ അത്രയും നല്ലത്. അധികം സംസാരം വേണ്ടാന്ന് എന്നോടും സൂത്രം പറഞ്ഞു. എന്നാ പിന്നെ എഴുതി വെച്ചോ. 5 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ വന്ന് വാങ്ങിക്കോളാം. പേര്, സ്ഥലം, ആവശ്യം ഈ ക്രമത്തിൽ ചുരുക്കി എഴുതണം. താൻ എന്താണോ കാട്ടുമുത്തപ്പനോട് ചോദിച്ചത്? ചോദിച്ചില്ല, എഴുതി കൊടുത്തു. അല്പം ജൽപ്പം, ഗുഹയിൽ ചോർച്ച, എല്ലാം എഴുതി. എന്താ എഴുതിയത്? കയ്യിലുണ്ടോ? ഉണ്ട്. മുത്തപ്പൻ വായിച്ചിട്ട് തിരിച്ചു തന്നു. വെറുതെ അല്ല ഗുഹ മുഴുവൻ ചോർന്നൊലിക്കുന്നത്. ചോർന്നൊലിച്ചോ? അതെങ്ങനെ? എഴുതി കൊടുത്തത് മുത്തപ്പൻ ചെയ്തു തന്നു. അത്ര തന്നെ. ദാ നോക്ക്. പേര് അല്പൻ ജൽപ്പൻ, സ്ഥലം ഗുഹ, ആവശ്യം ചോർച്ച. ചോർച്ച